ചെറുപ്പം മുതലേ യാത്രകൾ ശീലമാക്കിയ വ്യക്തിയൊന്നുമല്ല ഞാൻ. ചെറുപ്പത്തിലെ യാത്രകൾ മൈനാപ്പിളിൽ നിന്ന് കരുനാപ്പിളിൽ പോകുന്നതാണ്. അതും അമ്മയോടൊപ്പം ബാങ്കിൽ അച്ഛനയക്കുന്ന പൈസ, പട്ടാളത്തിൽ നയിക്കുന്ന പൈസ എടുക്കാൻ വേണ്ടി പോകുന്നു. ആരുടെയെങ്കിലും ഒരു കല്യാണത്തിന് പോയതും പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടൂറ് പോയതോ അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. കോളേജിലായാലും അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഡിസംബറിലെ ഡിപ്രഷൻ മാറ്റാനും വേണ്ടി ഓഫീസിലുള്ള ഒരു കൊളീഗിനടുത്ത് സംസാരിച്ചപ്പോൾ കക്ഷി പറഞ്ഞൊരു പ്ലാനാണ്, നിങ്ങൾ സ്പ്രിംഗ് സീസണിൽ നിങ്ങളൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യും. അപ്പം അങ്ങനെയാണൊരു 4 ദിവസത്തെ അവധി എടുത്തിട്ട് ഒരു ശനി ഞായറോടെ കൂട്ടി ഈ BC ഞാൻ താമസിക്കുന്ന ബ്രിട്ടീഷ് കൊളംബിയയുടെ അടുത്ത് തന്നെയുള്ള എന്നിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണാമെന്ന് ഉള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതിലൊന്നാണ് ഈ ഹാരിസൺ ഹോട്ട് സ്പ്രിംഗ്. വളരെ മനോഹരമായ ഊട്ടി പോലെയുള്ള ഒരു സ്ഥലം. കാനഡ പൊതുവെ ചൂടുള്ള സ്ഥലമല്ലെങ്കിലും വാൻകൂവർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണ്. പക്ഷെ എന്നാൽ ഈ സ്ഥലത്തും ഒരു 10-25 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂട് പോകും. അപ്പോൾ ഈ ഒരു ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ഉണ്ട് ഹോട്ട് സ്പ്രിംഗ്. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്ത് ഹിമാലയത്തിൽ പല സ്ഥലങ്ങളിലും ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചൂടുള്ള നീരുറവാണ്. അതാണ് ഈ ഹോട്ട് സ്പ്രിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോട്ട് സ്പ്രിംഗ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്നിൽ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടുണ്ടാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ഒരു പൊട്ടാഷ്യത്തിൻ്റെ ഒരു സ്മെൽ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ വായിച്ചെന്ന് മനസ്സിലാകുന്ന ഹോട്ട് സ്പ്രിംഗ് നമ്മളുടെ വെള്ളം അല്ലെങ്കിൽ സ്നോ ഉരുകുന്ന വെള്ളം ഭൂമിയുടെ ചൂടുള്ള പ്രതലത്തിൽ തട്ടി അത് തിരിച്ചു വരുന്നതാവാം. ആ രീതിയിൽ ഉണ്ടാകാം. അപ്പോൾ അല്ലെങ്കിൽ വോൾക്കാനോ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഒരു പൊട്ടാഷ്യത്തിൻ്റെ നമ്മുടെ ചുണ്ണാമ്പിൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു. അപ്പോൾ ചുണ്ണാമ്പിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴും ഒരു ചൂടുണ്ടാകുമല്ലോ. ഒരുപക്ഷെ ഇതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. പക്ഷെ എന്തായാലും അവിടെ വെള്ളം ആ ഒരു തണുത്ത തടാകത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അതാണ് ഈ സ്ഥലത്തെ അട്രാക്ഷൻ. കേശു പിന്നെ നോക്കാം. ഇപ്പോൾ വീഴാൻ പോകും. അപ്പോൾ ഹോട്ട് സ്പ്രിങ്ങിൽ നിന്നും ചൂടുവെള്ളത്തിൽ നിന്ന് പിള്ളേരെയൊക്കെ പിടിച്ച് കയറ്റി അവസാനം ഞങ്ങൾ തിരിച്ച് ആ ലേക്കിൻ്റെ സൈഡിലേക്ക് തന്നെ വന്നു. പിന്നീട് അവിടെയുള്ള ഡൗൺ ടൗണും ആ ഒരു വില്ലേജിൻ്റെ കുറച്ച് കടകളും കാര്യങ്ങളും രാത്രി കാഴ്ചകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ദിവസം അവിടെ പോയി. അതാണ് ഹാരിസൺ ഹോട്ട് സ്പ്രിംഗ്.